അവ്യക്ത സന്ദേശം വചനത്തിലേക്ക് ഭോഗമായി പോയപ്പോൾ ഇന്ന് വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ബാബയുടെ മുന്നിൽ ഏതാനും പുഷ്പമാലകൾ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുത്തുമാലകളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, 2 മാലകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരിക്കുക? സാകാരത്തിൽ ക്ഷേത്രങ്ങളിൽ പല സ്ഥാനങ്ങളിലും ഏതെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ പുഷ്പങ്ങളുടെ അലങ്കാരം ചെയ്യുന്നു, പുഷ്പങ്ങൾ തൂക്കിയിടുന്നു. എന്നാൽ സ്ഥൂലമായ പുഷ്പങ്ങൾ 1-2 ദിവസം നിന്ന ശേഷം ഉണങ്ങിപ്പോകുന്നു. രണ്ടാമതായി ബാബയുടെ മുന്നിൽ മുത്തുമാലകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാലകൾ വളരെ സിമ്പിളും സാധാരണവും ആയിരുന്നു. എന്നാൽ കാഴ്ചയിൽ വളരെ ശോഭനീയമായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, 2 മാലകളിൽ ഏത് മാല ഏത് ഗുണത്തെയാണ് സ്പഷ്ടമാക്കുന്നത് എന്ന് ബാബ ഇന്ന് വിശേഷ രൂപത്തിൽ നോക്കുകയാണ്. ബാബ മുത്തുകളുടെ ഏതൊരു മാലയാണോ കാണിച്ചു തന്നത്, ആ മുത്തുകളുടെ മാലയുടെ ഇടയിൽ കെട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നിനു പിന്നാലെ ഒന്നായി നമ്പർ വൈസായി ആ മുത്തുകളുടെ മാല വളരെ സുന്ദരമായ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇതാണ് ഏകതയുടെ അടയാളം. ഇതിൽ എപ്പോഴാണോ ഏകതയോടെ നടക്കുന്നത്, അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ കാര്യങ്ങൾ അവസാനിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് കാണിച്ചു തന്ന പുഷ്പങ്ങളുടെ മാലയും വളരെ സുന്ദരമായിരുന്നു. ബാബ പറഞ്ഞു, ഇന്നിപ്പോൾ ദാദിയുടെ ദിവസവും സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഓരോ സ്ഥാനവും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കും. ബാബ പറഞ്ഞു, ഏതുപോലെ സ്ഥൂലമായ പുഷ്പങ്ങളുടെ മാലയിൽ പല കെട്ടുകൾ ഇടുന്നു, അപ്പോഴാണ് ആ പുഷ്പങ്ങളെ കോർക്കുവാനാകുന്നത്. ബാബ പറഞ്ഞു, സ്ഥൂല രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കെട്ട് വീഴുന്നു, അത് അഴിച്ചാലും അഴിയുന്നില്ല. എന്നാൽ മുത്തുകളുടെ മാലയിൽ ഒരിക്കലും കെട്ടുകൾ ഇല്ല. അതിനെ സിമ്പിൾ രീതിയിൽ നമ്പർ അനുസരിച്ച് കോർക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ തൻ്റെ കുട്ടികളെ ഈ സംഘടനയുടെ ശക്തിയുടെ പുഷ്പങ്ങളുടെ മാല കാണിച്ചു. ഈ സംഘടനയുടെ ശക്തിയുടെ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ കുട്ടികൾ ബാബ പറഞ്ഞിട്ടുള്ള ശക്തികളെ അതേ പ്രകാരത്തിൽ ഉള്ളിൽ ഗ്രഹിക്കണം, ധാരണ ചെയ്യണം, ധാരണാ സ്വരൂപമാകണം. വിശേഷിച്ച് ദാദിയുടെ ദിവസവും സമീപം വരികയാണ്. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബ സാകാരത്തിലും ആ സമയത്ത് നിമിത്തമായിരുന്ന കുട്ടികൾ ആരാണോ അവരിലും ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള ഇത്രയും കാര്യങ്ങൾ കണ്ടിരുന്നില്ല. രണ്ടാമത്, ദാദിമാരുടെ ഏതൊരു മാലയാണോ ഉണ്ടാക്കിയത് അതിൽ ഒരിക്കലും ഒരു പ്രകാരത്തിലുമുള്ള കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. ബഡി ദാദി, അതായത് പ്രകാശ്മണി ദാദി നിമിത്തമായി എന്തെങ്കിലും പറയുമായിരുന്നപ്പോൾ എല്ലാവരും ആ കാര്യത്തെ വളരെയധികം ശരിയായ രീതിയിൽ മാനിക്കുമായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ സമയമനുസരിച്ച് കുട്ടികളായ നിങ്ങളും ഈ ഒരു വിശേഷത, ഏകതയും സംഘടനയുടെ ശക്തിയും തൻ്റെ ഉള്ളിൽ വളരെ നല്ല രീതിയിൽ നിറച്ചുകൊണ്ട് സ്വയം തന്നെ ശ്രേഷ്ഠമാക്കി മാറ്റണം. ബാബ ഇത്രയും കേൾപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ബാബയുടെ സമീപം ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഇന്ന് വചനത്തിൽ ബാബ ദാദിയുടെ ദിവസം സമീപമായത് കാരണം അഡ്വാൻസ് പാർട്ടിയുടെയും തിളക്കം ദൃശ്യമായിരുന്നു. ബാബ പറഞ്ഞു, ഏതുപോലെ ഏതെങ്കിലും പ്രോഗ്രാം ലോകത്തിൽ നടക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ ഒത്തുകൂടുന്നു. ബാബ പറഞ്ഞു, അതിനാൽ വചനത്തിലും ബാബ തൻ്റെ ആദിരത്നങ്ങളെയും
നിമിത്തമായി വതനത്തിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവർക്കും പരസ്പരം വളരെയധികം സ്നേഹവും ഏകതയും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബയ്ക്ക് ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം പല സഹോദരി സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകി. ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.